Hello and welcome to Easy Learn 365 Business Regulation Classes. നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൻ്റെ വിവിധങ്ങളായ വശങ്ങളെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതായി. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ 4 പാർട്ടിലായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഒരു കോൺട്രാക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ എസെൻഷ്യൽ എലമെൻ്റ് എന്ന് പറയുന്നത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് ആണ് എന്ന് പറയുകയുണ്ടായി. 10 എസെൻഷ്യൽസിൽ ഒന്നാമത്തേതാണ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്ന് പറയുകയുണ്ടായി. ആ ടേമിനെ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സെഷൻസ് ആണ് നമുക്കിനി വരാൻ പോകുന്നത്. ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് പാർട്ട് 1 വീഡിയോ സെഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ 2 ടേംസിനെ കുറിച്ചും ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പ്രപ്പോസൽ ഓർ ഓഫർ എന്ന് പറയുന്നത് എന്താണ്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. According to section 2A, proposal is when a person signifies to another his willingness to do or to abstain from doing anything with a view to obtaining the assent of that other to such act or abstinence. അപ്പോൾ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്നോ ചെയ്യുകയില്ല എന്നോ തൻ്റെ താല്പര്യം പ്രകടിപ്പിക്കുന്നതിനെയാണ് പ്രപ്പോസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഏതെങ്കിലും ഒരു വസ്തു വിൽക്കാമെന്നോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കാമെന്നോ, അതാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം. അത് അദ്ദേഹം പ്രകടിപ്പിക്കുക. അതാണ് ഇവിടെ പറയുന്നത് വില്ലിങ്നെസ് ടു ഡു, ചെയ്യാനുള്ള താല്പര്യം. അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ്, ചെയ്യുന്നതിൽ നിന്ന് പിന്മാറുന്ന അവസരം. ഇത് രണ്ടും പ്രകടിപ്പിക്കുന്ന ഒരു രീതിയെയാണ് നമ്മൾ പ്രപ്പോസൽ എന്ന വാക്ക് അല്ലെങ്കിൽ ഓഫർ എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. A offered to sell his motorcycle to B for ₹3,000. B agrees to pay A ₹3,000 for the motorcycle. Here A is called a offerer or promiser and B the offeree or promisee. അപ്പോൾ ഈ എക്സാമ്പിളിൽ എ ആണ് ഓഫറർ, അതായത് എ ആണ് ഓഫർ കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രോമിസ് അല്ലെങ്കിൽ പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹത്തെ ഓഫറർ എന്ന് പറയും. ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്ന ബി എ നമ്മൾ ഓഫറി എന്ന് പറയും. ഇത് തന്നെയാണ് എല്ലാ കോൺട്രാക്റ്റുകളിലും നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് സെക്ഷൻ 2A റിവീൽസ് 3 എസെൻഷ്യൽ എലമെന്റ്സ് ഇൻ ആൻ ഓഫർ. ഒരു ഓഫറിൽ നമ്മൾ പാലിക്കേണ്ട ചില 3 കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ ഡിഫിനിഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. എക്സ്പ്രഷൻ ഓഫ് വില്ലിങ്നെസ് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്നോ ചെയ്യാതിരിക്കാമെന്നോ അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ ഓഫർ ആവുന്നുള്ളൂ. കാരണം നമ്മുടെ മനസ്സിൽ ആ താല്പര്യമുണ്ട് അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട് എന്നതുകൊണ്ട് അത് ഓഫർ ആവില്ല. മറിച്ച് അത് വാക്കുകളിൽ കൂടെയോ എഴുത്തിൽ കൂടെയോ എക്സ്പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ അത് ഓഫറായി മാറുന്നുള്ളൂ. മറ്റൊന്ന് എന്താണെന്ന് നോക്കാം. Made to another person, that is a person cannot make an offer to himself. ഓഫർ എപ്പോഴും മറ്റ് വ്യക്തികൾക്ക് കൊടുക്കുന്നതായിരിക്കണം. നമുക്ക് തന്നെ വെക്കുന്നതിന് അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിലെടുക്കുന്ന തീരുമാനങ്ങളെ ഓഫർ എന്ന് കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് പറയാനായിട്ട് സാധിക്കില്ല. മറ്റു വ്യക്തികളോട് പറയുന്നത് മാത്രമേ നമുക്ക് ഓഫർ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഗെയിനിങ് ദ കൺസെന്റ് ഓഫ് ദി അതർ പേഴ്സൺ ടു സച്ച് ആക്ട്. നമ്മൾ ഓഫർ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം, ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ മറ്റൊരു വ്യക്തിയുടെ താല്പര്യം അല്ലെങ്കിൽ കോൺസെന്റ്, അദ്ദേഹത്തിൻ്റെ സമ്മതം ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കണം ഈ ഓഫർ വെക്കുന്നത്. ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്, തീർച്ചയായും നിയമപരമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരിക്കണം ഈ ഓഫർ വെക്കുന്നത്. നമ്മുടെ സോഷ്യൽ പേഴ്സണൽ റിലേഷൻഷിപ്സ് ഒന്നും തന്നെ ലീഗൽ റിലേഷൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതേയില്ല. ഓഫറുകൾ 2 പ്രധാന തരത്തിലേക്ക് നമുക്ക് തിരിക്കാം. അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഹൗ ഇറ്റ് ഈസ് മെയ്ഡ്, എങ്ങനെയാണത് ഉണ്ടാക്കുന്നത്, ടു ഹും ഇറ്റ് ഈസ് മെയ്ഡ് എന്ന 2 രീതിയിൽ നമുക്കതിനെ തിരിക്കാം. ഹൗ ഇറ്റ് ഈസ് മെയ്ഡ് എന്ന് ചോദിച്ചാൽ എക്സ്പ്രസ് ഓഫറുമുണ്ട്, ഇംപ്ലൈഡ് ഓഫറുമുണ്ട്. ദെൻ ടു ഹും ഇറ്റ് ഈസ് മെയ്ഡ് എന്ന കാറ്റഗറിയിൽ ജനറൽ ഓഫറുമുണ്ട്, സ്പെസിഫിക് ഓഫറുമുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്താണെന്ന് പരിശോധിക്കാം. എക്സ്പ്രസ് ഓഫർ എന്താണ്? An express offer is one which may be made by words spoken
or written such as letter, email, etc. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ റിട്ടൺ ആയിട്ടോ സ്പോക്കൺ ആയിട്ടോ നമ്മൾ ഒരു വ്യക്തിയോട് പറയുകയോ എഴുതി അയക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള നമ്മളുടെ ഓഫേഴ്സിനെ നമ്മൾ എക്സ്പ്രസ് ഓഫർ അല്ലെങ്കിൽ എക്സ്പ്രസ് ഓഫർ എന്ന് പറയും. ഇംപ്ലൈഡ് ഓഫർ എന്താണ്? An implied offer is one which may be gathered from the context of the party or the circumstances of the case. അപ്പോൾ ഒരു വ്യക്തി എക്സ്പ്രസ്ഡ് ആയിട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ടോ തൻ്റെ റിട്ടൺ ആയിട്ടുള്ള ലാംഗ്വേജിലോ അദ്ദേഹം അത് എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിലും തൻ്റെ സ്വഭാവ രീതികൾ കൊണ്ട് അത് ഒരു ഓഫർ എന്ന രീതിയിൽ നമ്മോട് വെക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇംപ്ലൈഡ് ഓഫർ എന്ന് വെക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ഓട്ടോ ഡ്രൈവർ നമ്മളിങ്ങനെ ഓട്ടോ കാത്തു നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് കൊണ്ട് ഓട്ടോ നിർത്തുകയാണെങ്കിൽ എന്നിട്ട് നമ്മളെ ഇങ്ങനെ നമ്മളെ വെൽക്കം ചെയ്യുന്ന രീതിയിൽ നമ്മളെ നോക്കുകയും ചെയ്യുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ടോ അദ്ദേഹം റിട്ടേൺ ആയിട്ടോ നമുക്കൊരു ഓഫറും തരുന്നില്ല. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഇംപ്ലൈഡ് ആവുന്ന കാര്യം എന്താണ്? അദ്ദേഹം നമ്മളെ യാത്രയ്ക്കായിട്ട് ക്ഷണിക്കുന്നു, അല്ലെങ്കിൽ വാഹനത്തിൽ കയറുവാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നു. നമ്മൾ എവിടേക്കാണോ പോകേണ്ടത് അവിടേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് അദ്ദേഹം തയ്യാറാണ് എന്നതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടക്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹി ഈസ് സജസ്റ്റിംഗ് ആൻ ഇംപ്ലൈഡ് ഓഫർ എന്നുള്ളത്. സ്പെസിഫിക് ഓഫർ എന്താണ്? an offer made to a definite persons is called specific offer. ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് വ്യക്തികൾക്കോ ഒരു പ്രത്യേക വ്യക്തിക്കോ നമ്മൾ അവർക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന ഓഫറിനെ സ്പെസിഫിക് ഓഫർ എന്ന് നമ്മൾ പറയും. ജനറൽ ഓഫർ എന്ന് പറഞ്ഞാൽ when an offer is addressed to the whole world it is called general offer. ആർക്ക് വേണമെങ്കിലും വരാം എന്ന രീതിയിലുള്ള ഒരു ഓഫർ ആണെങ്കിൽ അതിനെ ജനറൽ ഓഫർ എന്ന് പറയും. നമ്മൾ ഷോപ്പുകളിലൊക്കെ സ്വാഭാവികമായിട്ടും വയ്ക്കുന്ന ഓഫേഴ്സ് എന്ന് പറയുന്നത് ജനറൽ ഓഫറുകളാണ്. എന്നാൽ ചില സ്പെസിഫിക് ഓഫറുകളുണ്ട്. നമ്മൾ ഇപ്പോൾ ജോബ് ഓഫേഴ്സ് ഒക്കെ വയ്ക്കുന്ന സമയത്ത് പറയും ഇന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക്, ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക്, ഇന്ന ജെൻഡർ ഉള്ളവർക്ക് എന്നൊക്കെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് വെക്കും. ഇത്തരം കാര്യങ്ങൾ സ്പെസിഫിക് ഓഫർ എന്നും എല്ലാവർക്കുമായിട്ട് വെക്കുന്നതിന് ജനറൽ ഓഫർ എന്നും പറയും. എന്നാൽ ഈ ഓഫർ ഒരു വാലിഡ് ഓഫറായി മാറണമെങ്കിൽ അതിന് ചില പ്രത്യേകതകളുണ്ട്, അല്ലെങ്കിൽ ചില എസെൻഷ്യൽസ് മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓഫർ മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് ലീഗൽ റിലേഷൻസ്. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, അതിനെ ഒന്നുകൂടി വിശദമായിട്ട് നമ്മൾ നോക്കുകയാണ്. The offerer must be intended the creation of legal relations. നിയമപരമായ ഒരു ബന്ധം സ്ഥാപിക്കുക എന്നതായിരിക്കണം നമ്മൾ ഓഫർ വയ്ക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. He must intended that if his offer is accepted, a legally binding agreement shall result. അപ്പോൾ അദ്ദേഹം ഓഫർ വയ്ക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ഓഫർ വൺസ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം നിയമപരമായി അത് പാലിക്കുന്നതിന് ബാധ്യസ്ഥനാകും എന്ന് അദ്ദേഹം മനസ്സിൽ ഉറച്ചിട്ട് വേണം ഈ തീരുമാനത്തിലേക്ക് ഓഫറിലേക്ക് വെക്കാനായിട്ട്. ഒരു ലീഡിംഗ് കേസ് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. മിസ്റ്റർ ആൻഡ് മിസസ് ബാൽഫർ കേസാണ്. നമുക്ക് നോക്കാം എന്താണ്. മിസ്റ്റർ ബാൽഫർ had promised to pay $30 per month to his wife living in England. ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ വൈഫിന് $30 വെച്ച് കൊടുക്കാമെന്ന് അദ്ദേഹം പറയുകയാണ്, പ്രോമിസ് ചെയ്യുകയാണ്. When she could not accompany him to Ceylon where he was employed. മിസ്റ്റർ ബാഫോർ എംപ്ലോയർ ആയിട്ടുള്ളത് സിലോണിലാണ്, ശ്രീലങ്കയിലാണ്. എന്നാൽ വൈഫ് ഇംഗ്ലണ്ടിലാണ്. അതുകൊണ്ട് തന്നെ പെർ മന്ത് $30 കൊടുക്കാമെന്ന് പറയാണ്. ഓൺ ദ ഫെയിലർ ടു പേ, മിസസ് ബാൽഫോർ sued him for the recovery of the amount. It was held that it was a domestic agreement and the husband never intended to create any legal relations out of it. അപ്പോൾ ഇത് പണം കൊടുക്കാതെ വന്നപ്പോൾ വൈഫ് കേസ് കൊടുക്കുകയുണ്ടായി. എന്നാൽ കോടതി വിധി വന്നത് ഇതൊരു ഹൗസ് ഹോൾഡ് എഗ്രിമെൻ്റ് ആണ്, ഡൊമസ്റ്റിക് എഗ്രിമെൻ്റ് ആണ്. അത് ഒരു പേഴ്സണൽ സോഷ്യൽ എഗ്രിമെൻ്റ് ആണ്. അതിനൊരു നിയമപരമായിട്ടുള്ള ഇൻറ്റൻഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട്, ലീഗൽ റിലേഷൻ ഉണ്ടാക്കാനുള്ള ഇൻറ്റൻഷൻ ഇല്ല എന്ന രീതിയിൽ കോടതി അത് തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്തത്, ഓഫർ മസ്റ്റ് ബി സർട്ടൻ, ഡെഫിനിറ്റ് ആൻഡ് നോട്ട് വേഗ്. കൃത്യമായിരിക്കണം, ഡെഫിനിറ്റ് ആയിരിക്കണം, നമുക്ക് അവ്യക്തതകൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് ഓഫറിൻ്റെ രണ്ടാമത്തെ കാര്യം. നോ കോൺട്രാക്ട് ക്യാൻ കം ഇൻ ടു എക്സിസ്റ്റൻസ് ഇഫ് ദ ടേംസ് ഓഫ് ദ ഓഫർ ആർ വേഗ് ഓർ ലൂസ് ആൻഡ് ഇൻഡെഫിനിറ്റ്. ഒരു കോൺട്രാക്റ്റും
അതിൻ്റെ നിയമപരമായ ബാധ്യതയിലേക്ക് വരണമെങ്കിൽ അതിൽ ഡെഫിനിറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനൊരു ലീഗൽ എക്സിസ്റ്റൻസ് ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. അതൊരു ലീഡിങ് കേസ് ഉണ്ട്, ടെയ്ലർ വേഴ്സസ് പോർട്ടിംഗ്ടൺ എന്ന് പറയുന്ന ഒരു കേസാണ് 1855 കേസ് ഇങ്ങനെയാണ്. ആൻ ഓഫർ ടു മേക്ക് എ ഹൗസ് ഓൺ ലീസ് ഫോർ 3 years at $285 per annum if the house was put into through repair and the drawing room was handsomely decorated according to the present style. ഇത് ഒറ്റയടിക്ക് നോക്കുമ്പോൾ നല്ലൊരു എഗ്രിമെൻ്റ് ആയിട്ട് തോന്നാം, പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഈ റൂം അല്ലെങ്കിൽ ഈ വീട് വാടകയ്ക്ക് എടുക്കുന്ന അല്ലെങ്കിൽ ലീസിന് എടുക്കുന്ന എഗ്രിമെൻറ്റിൽ പറയുന്നത് അതിൻ്റെ ഡ്രോയിങ് റൂം ഹാൻസംലി ഡെക്കറേറ്റഡ് ആയിരിക്കണമെന്നാണ്. ഹാൻസംലി ഡെക്കറേറ്റഡ് എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല. ആൻഡ് അക്കോർഡിംഗ് ടു ദ പ്രസന്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്താണ് പ്രസന്റ് സ്റ്റൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവരുദ്ദേശിക്കുന്ന പ്രസന്റ് സ്റ്റൈൽ എന്താണ്, ഇതിലൊന്നും ക്ലാരിറ്റി ഇല്ല. എന്നാൽ ഡ്രോയിങ് റൂം ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് ക്ലാരിറ്റി ഉണ്ട്. അല്ലെങ്കിൽ പ്രസന്റ് സ്റ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമാക്കുകയാണെങ്കിൽ ഇതിന് ക്ലാരിറ്റി ഉണ്ട്. അല്ലാത്തിടത്തോളം കാലം ഇതൊരു വേഗ് കോൺട്രാക്റ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് നടന്നാൽ നമുക്ക് ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. An offer must be communicated to the offeree. നമ്മുടെ മനസ്സിൽ ആ ഓഫർ ഉണ്ടെങ്കിലും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഓഫർ ആകുന്നില്ല. There can be no offer by a person himself and it must be always be communicated to the offeree. നമുക്ക് സ്വന്തമായിട്ടൊരു ഓഫർ നമുക്ക് വയ്ക്കാൻ കഴിയില്ല, മറ്റൊരാളോട് മാത്രമേ അത് സാധിക്കൂ. എന്നാൽ നമ്മളത് മറ്റൊരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു വ്യക്തി എന്ന് പറയുമ്പോൾ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഓഫറിക്ക് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഒരു എക്സാമ്പിൾ നോക്കൂ, ലാൻഡ്മാൻ ശുക്ല വേഴ്സസ് ഗൗരി ദത്ത് 1983 നടന്നൊരു കേസാണ്. ഡി സെൻഡ് ഹിസ് സെർവൻറ്റ് പി ടു ട്രേസ് ഹിസ് നെഫ്യൂ. ഡിയുടെ നെഫ്യൂ കാണാതെ പോയി പി എന്ന സെർവൻറ്റിനോട് കണ്ടെത്താനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഡി അനൗൺസ്ഡ് എ റിവാർഡ് ഫോർ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ അബൌട്ട് ദി മിസ്സിംഗ് ബോയ്. മിസ്സിംഗ് ബോയെ കണ്ടെത്തുന്നതിന് ഒരു റിവാർഡ് പ്രഖ്യാപിച്ചു. പി ഇൻ ഇഗ്നോറൻസ് ഓഫ് അനൗൺസ്മെന്റ് ട്രേസ് ദ ബോയ് ആൻഡ് ഇൻഫോം ഡി. പി എന്നാൽ ഇതൊന്നും അറിയുന്നില്ല, അദ്ദേഹം എന്നാൽ ഈ നഷ്ടപ്പെട്ട ബാലനെ കണ്ടെത്തി. പി ലേറ്റർ ഓൺ കെയിം ടു നോ ഓഫ് ദ റിവാർഡ് ആൻഡ് ഹി ക്ലെയിംഡ് ഇറ്റ്. പിന്നീട് അദ്ദേഹം അത് മനസ്സിലാക്കുന്നു, കാരണം ഇങ്ങനെ ഒരു റിവാർഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അത് ക്ലെയിം ചെയ്യാൻ തയ്യാറാകുകയാണ്. ഹിസ് ക്ലെയിം ഈസ് ഡിസ്മിസ്ഡ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഹി വാസ് ഇഗ്നോറന്റ് ഓഫ് ദി ഓഫർ. ഇറ്റ് വാസ് ഫർദർ ഹെൽഡ് ദാറ്റ് ഇറ്റ് വാസ് ദ ഡ്യൂട്ടി ഓഫ് ദ സെർവൻറ്റ് ടു സെർച്ച് ഫോർ ദ ബോയ്. അപ്പോൾ അദ്ദേഹം ഇത് അറിയാതെയാണ് ഇത് കണ്ടെത്തിയത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട്, ഇഗ്നോറൻ്റ് ആയതുകൊണ്ടും അദ്ദേഹത്തിനോടത് ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ആ ഓഫർ സ്വീകരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എടുക്കാൻ യോഗ്യനല്ല എന്ന് കോടതി വിധിക്കുകയും ചെയ്തു. എന്ന് മാത്രമല്ല, അത് ഒരു സെർവൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് എന്നും കൂടെ കോടതി വിധിക്കുകയുണ്ടായി. അടുത്തത്, ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദ അസെന്റ് ഓഫ് ദി അതർ പാർട്ടി. മറ്റൊരു വ്യക്തിയുടെ സമ്മതം ലഭിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ഓഫർ വെക്കുന്നത്. An offer must be distinguished from mere expression of intention. ചെയ്യാനുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് ഓഫർ ആവുന്നില്ല, ചെയ്യാനുള്ള ഉറച്ച തീരുമാനമായിരിക്കണം ഓഫർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. N advertised in a newspaper to effect sale of his goods on a particular day at a particular place. H traveled a long distance to bid for the things. On arrival, he found the sale was cancelled. He sued N for breach of contract. It was held that advertisement was merely expression of an intention and an offer which could be accepted by traveling to the place of intended sales. വളരെ പ്രധാനപ്പെട്ടതാണിത്. എൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ഏതെങ്കിലും പർട്ടിക്കുലർ പ്രോഡക്റ്റ് സെല് ചെയ്യാനായിട്ട് ന്യൂസ് പേപ്പറിൽ കൊടുത്തു. എന്നാൽ ഇത് നമുക്കറിയാവുന്ന പോലെ ഒരു ജനറൽ ഓഫറാണ്. ഇത് വായിച്ച് എൻ ട്രാവൽ ചെയ്തുകൊണ്ട് സ്ഥലത്തെത്തിയപ്പോഴാണ് ആ സെയിൽസ് ക്യാൻസൽ ചെയ്തത് മനസ്സിലാക്കുകയും കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തത്. എന്നാൽ കോടതി പറഞ്ഞത് ദാറ്റ് അഡ്വർടൈസ്മെന്റ് വാസ് എ മിയർ എക്സ്പ്രഷൻ. അതൊരു താല്പര്യ പ്രകടനം മാത്രമായിരുന്നു, എന്നാൽ കൃത്യമായിട്ടുള്ള ഇൻറ്റൻഷണൽ ആയിട്ടുള്ള ഒരു ഓഫർ ആയിരുന്നില്ല.
എന്ന് മാത്രമല്ല അദ്ദേഹം ആ സ്ഥലത്ത് വന്ന് അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ താല്പര്യം കേട്ട് ഓഫർ കേട്ട് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അതൊരു വാലിഡ് ആയിട്ടുള്ള ഓഫർ ആവുകയും ആക്സെപ്റ്റൻസ് ആവുകയും ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് കോടതി വിധിച്ചത്. എന്ന് പറഞ്ഞാൽ കൃത്യമായ അസെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കണം ഓഫർ നമ്മൾ വെക്കുന്നത്. ഒരു മിയർ എക്സ്പ്രഷൻ, താല്പര്യ പ്രകടനം എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും അതൊരു ഓഫർ ആവില്ല. ഒരു ഉറച്ച ഡിസിഷൻ ആയിരിക്കണം ഓഫറിന്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടത്. ആൻഡ് an offer may be conditional. ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ടും നമുക്ക് വേണമെങ്കിൽ ഓഫർ ക്രിയേറ്റ് ചെയ്യാം. An offer can be made subject to a condition. In that case, it can be accepted only subject to that condition. A conditional offer lapses when the condition is not accepted. A contract formed on a conditional offer is valid. വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഓഫർ കൊടുക്കാം. ഇന്നിന്ന കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഓഫർ ഞാൻ വെക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ വാലിഡ് ആയിട്ടുള്ള ഒരു ഓഫർ ഇല്ല. ഇനി കണ്ടീഷൻസ് ഉള്ള ഓഫറുകളെല്ലാം തന്നെ വാലിഡുമാണ്. ഫോർ എക്സാമ്പിൾ നോക്കാം. T, who could not read, took an excursion ticket on the railway. On the front of the ticket was printed for conditions see back. One of the conditions was that the railway company could not be liable for personal injuries to passengers. T was injured by the railway accident, held T was bounded by the conditions and could not recover any damages. T എന്ന വ്യക്തിക്ക് വായിക്കാൻ അറിയാത്ത വ്യക്തിയായിരുന്നു. എന്നാൽ ആ കണ്ടീഷൻസ് വായിക്കാൻ അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ട് തന്നെ അതിൽ എഴുതിയിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, റെയിൽവേ കമ്പനി ഒരു തരത്തിലുള്ള പേഴ്സണൽ ഇഞ്ചുറീസിനും ബാധ്യസ്ഥരല്ല എന്നായിരുന്നു. അത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം യാത്ര ചെയ്യുകയും അപകടം സംഭവിക്കുകയും ചെയ്തു. അതിൽ യാതൊരു തരത്തിലുള്ള റിക്കവറിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടീഷൻസ് വെച്ചുകൊണ്ടുള്ള റെയിൽവേ ടിക്കറ്റ് അത് നമുക്ക് കണ്ടീഷൻ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടതായിരുന്നു, ട്രാവൽ ഇൻഷുറൻസ് എടുക്കേണ്ടതായിരുന്നു. Offer should not contain a term the non-compliance of which would amount to acceptance. One cannot say while making an offer that if the offer is not accepted before a certain date, it will be presumed to have been accepted. അപ്പോൾ ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ പറയുകയാണ്, ഈ ഓഫർ ഞങ്ങൾ വെച്ചു, ഇതൊരു പ്രത്യേക ദിവസത്തിന് മുൻപായിട്ട് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തിരിച്ച് മറുപടി നൽകുന്നില്ല എങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തതായിട്ട് തന്നെ പ്രസ്യൂം ചെയ്യുന്നു അല്ലെങ്കിൽ അനുമാനിക്കുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കില്ല. എക്സാമ്പിൾ, B writes to A, I will sell you my Bajaj scooter for ₹23,000 and if you do not reply, I shall assume you have accepted the offer. അപ്പോൾ ബൈക്ക് വിൽക്കാമെന്ന് ഓഫർ കൊടുക്കുകയാണ്. സ്വാഭാവികമായി അദ്ദേഹം അത് അംഗീകരിക്കുമ്പോൾ മാത്രമേ അത് ഒരു ഓഫറായി മാറുന്നുള്ളൂ. അല്ലാതെ അദ്ദേഹം റിപ്ലൈ തരുന്നില്ല എന്നതുകൊണ്ട് തന്നെ അത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. There will be no contract if A does not reply. പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. An invitation to offer is not an offer. ഓഫറിന് വേണ്ടിയുള്ള ഒരു ഇൻവിറ്റേഷൻ, മിയർ ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഓഫർ ആവുന്നില്ല. An offer must be distinguished from an invitation to offer. In the case of an invitation to offer, the aim is merely to circulate information of readiness to negotiate business with anybody who on such information comes to the person sending it. Such invitations are not offer in the eye of the law and do not become promises on acceptance. ഇപ്പോൾ നമ്മൾ പത്രങ്ങളിൽ വിവിധങ്ങളായ പരസ്യങ്ങൾ കാണാറുണ്ട്, ഡീലേഴ്സിനെയൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ ഡീലേഴ്സിനെ ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യം നൽകുന്നു എന്നതുകൊണ്ട് തന്നെ അത് ആർക്കും ഡീലർ ആകാം എന്നർത്ഥമില്ല. ഈ ഡീലേഴ്സിന് ആകാൻ താല്പര്യമുള്ളവർ കമ്പനിയെ സമീപിക്കുമ്പോൾ കമ്പനി പറയുന്ന കണ്ടീഷൻസ് കൂടെ ആക്സെപ്റ്റ് ചെയ്യുന്നു എങ്കിൽ മാത്രമേ അവർക്കുള്ള ഓഫർ കമ്പനി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മാത്രമേ അതൊരു ഓഫർ ആവുന്നുള്ളൂ. അതോടൊപ്പം നമ്മളൊരു ജോലിക്ക് വേണ്ടി പരസ്യം കാണുന്നു. ആ പരസ്യം കണ്ട എല്ലാവർക്കും ആ ജോലി കിട്ടണമെന്നില്ല. ആ പ്രോസസ്സിൽ അറ്റൻഡ് ചെയ്ത് ആ പ്രോസസ്സിൽ കമ്പനിക്കും കൂടെ ആക്സെപ്റ്റബിൾ ആകുന്ന ഒരു കാൻഡിഡേറ്റ് ആകുമ്പോൾ മാത്രമേ അവർ ഓഫർ ലെറ്റർ നമുക്ക് തരുന്നുള്ളൂ.
അപ്പോൾ മാത്രമേ നമുക്കതൊരു കോൺട്രാക്റ്റിൻ്റെ സ്വഭാവത്തിലേക്ക് വരികയും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, എ ആസ്ക്ഡ് ബി ടു ഇൻഫോം ഹിസ് വെദർ he could sell his property. B replied that the lowest price is rupees 10 lakh. A replied by agreeing that but B does not sold the property here. A cannot be sued against B. വളരെ കൃത്യമായിട്ടുള്ള എക്സാമ്പിൾ ആണ്. സോ ഒരു ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് എന്താണെന്നും ഓഫറിനെ എങ്ങനെ നമുക്ക് വാലിഡ് ആക്കാമെന്നും ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഒരു വാലിഡായ ഓഫർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കൂ എന്ന് നമ്മൾ വിശദമായിട്ട് പഠിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ആൻഡ് കീപ് ലേണിംഗ് with Easy Learn 365.